സ്ത്രീകൾക്കും ഉണ്ടല്ലോ. ആ കുട്ടിയെ കൊല്ലാനോ വെക്കുവോ? കുട്ടികളുടെ ഉത്തരവാദിത്വം രണ്ടുപേർക്കും ഇല്ലേ? കുട്ടികൾക്ക് ഉത്തരവാദിത്തം രണ്ടുപേർക്കും ഇല്ലെന്ന് വെച്ചാൽ ബയോളജിക്കലി ചെയ്യാത്തതായിരുന്നു പുരുഷന്മാർ. കുട്ടികളെ ഉണ്ടാക്കത്തേ ഉള്ളൂ, നോക്കത്തില്ല. പക്ഷെ അത് നമ്മൾ പരിശീലിച്ചേ പറ്റും. പുരുഷന്മാർക്ക് എന്താ പറയാ, ആ ഫീൽ ചെയ്യുന്ന, ഇപ്പൊ പറഞ്ഞല്ലോ ഈക്വാലിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോ പുരുഷന്മാർക്ക് ഫ്രീഡം പോയി എന്നൊക്കെയുള്ള ഒരു ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതേ ഫ്രീഡം സ്ത്രീകൾക്കും ഉണ്ടല്ലോ. അല്ലാതെ ഞാൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ വരുന്നത് സിസ്റ്റമാറ്റായിട്ട് സിസ്റ്റം എന്നുള്ള നിലവാരത്തിൽ പഠിച്ച് മനസ്സിലാക്കിയാലേ പറ്റൂ. തുല്യരായ മനുഷ്യരുണ്ടാകുന്ന സമയത്ത് പഴയകാല ലോകവീക്ഷണവും പഴയ കാലത്തെ മൂല്യബോധമോ കൊണ്ട് അത് ചെയ്യാകത്തില്ല. അപ്പോഴാണ് രണ്ടുപേര് തമ്മിൽ ചേർന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് കുടുംബത്തെ മനസ്സിലാക്കുമ്പോൾ രണ്ടുപേരും ഇതിൻ്റെ മുഴുവൻ സമയത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് വരുന്നത്. ഇത് പഴയ പുരുഷന്മാരുടെ അധ്വാനം കൊണ്ടാണ് കുടുംബം പുലർത്തിയിരുന്നതെന്ന് മനസ്സിലാക്കുന്ന രീതിയും തമ്മിൽ ചേർത്ത് അപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഭാര്യയും ഭർത്താവും രണ്ടുപേരും കൂടെ ജോലി ചെയ്യാതെ ഇന്നൊരു കുടുംബം നടത്തി അവരുടെ സൗകര്യങ്ങളെല്ലാം വർദ്ധിക്കുന്നു, കുട്ടികളെ പഠിപ്പിക്കുന്നത്, വിദ്യാഭ്യാസം എല്ലാം ചെലവ് എല്ലാം കൂടി. അപ്പോൾ രണ്ടുപേരും ജോലി ചെയ്യേണ്ടി വരും. രണ്ടുപേരും ജോലി ചെയ്യുമ്പം കുട്ടി ആര് നോക്കും? ഇത് വന്നപ്പോഴാണ് ക്രഷ ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികളെ നോക്കുന്ന ക്രഷ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് LKG ഉണ്ടാകുന്നത്, UKG ഉണ്ടാകുന്നത്, സ്കൂളിൽ പോകുന്നത്. ഇതുകൊണ്ടാണ് 10-25 ഇന്നിപ്പം ഒരു കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്നത് ക്രഷ തൊട്ട് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി വരെയുള്ളവർ മുഴുവനും കൂടെ ചേർന്നാണ് ഇന്ന് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ഇന്ന് അമ്മയും അച്ഛനും മാത്രം കുഞ്ഞിനെ നോക്കുന്നതെന്ന് പറയുന്നത് സങ്കല്പത്തിലേ ഉള്ളൂ. നമ്മൾ വളർത്തുന്നത് ഒത്തിരി പേര് ചേർന്ന, അതാണ് ആധുനിക സമൂഹത്തിന്റെ ലക്ഷണം. അതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് കൃഷിയിൽ വിട്ടിട്ട് ഞാൻ പാല് കൊടുക്കാനായിട്ടുള്ള സമയത്ത് തന്നെ ആ ഫാക്ടറിയുടെയോ അല്ലെങ്കിൽ ഓഫീസിന്റെ മുന്നിൽ ഉള്ള കൃഷിയെ സൗകര്യം കൂടെ ചെയ്തു കൊടുത്തിട്ടാണ് സ്ത്രീകൾ ഇന്ന് ജോലി ചെയ്യുന്നവരായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ ആ സൗകര്യങ്ങളും കൂടെ ചേർന്നേ കുഞ്ഞിനെ വളർത്താൻ പറ്റും. അല്ലാതെ ഈ ഭാര്യയും ഭർത്താവും കൂടെ കുഞ്ഞിനെ വളർത്തുക അല്ല ഇന്ന് ചെയ്യുന്നത്. നമ്മളിന്ന് ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളായിട്ട് മാറിയിട്ടുണ്ട്. അല്ലാതെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വിടുന്ന കുഞ്ഞുങ്ങളല്ല ഇപ്പോൾ. കാരണം കൂടുതൽ സമയം സ്കൂളിനകത്താണ്. അപ്പോൾ ഈ വികസിച്ച സമൂഹങ്ങളിനകത്തൊക്കെ നമ്മളിങ്ങനെ നോക്കിയാൽ ഈ ബേബി സിറ്റിംഗ് എന്ന് പറയുന്ന സാധനങ്ങളാണ്. ഈ അമ്മയും അച്ഛനെന്ന് പറയുന്ന ആൾക്കാരില്ലാതിരിക്കുന്ന ന്യൂക്ലിയർ ഫാമിലികളിനകത്ത് അന്യ വീടുകളിലുള്ള യുവജനങ്ങളായിരിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രൊഫഷനായിട്ടാണ് ബേബി സിറ്റിംഗ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അത് നമ്മുടെ ഈ കൃഷി എന്ന് പറയുന്നത് പോലെ തന്നെ രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിനകത്ത് ഇപ്പോഴും അന്യരെ കയറ്റാൻ പറ്റാത്ത നാടായിട്ട് പുറകെ നിൽക്കുന്നതുകൊണ്ടാണ് അന്യരെ വിളിച്ച് വീട്ടിലിരുത്താത്തത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും അമ്മയും അച്ഛനും വീടുകളിൽ ഇരിക്കുന്ന അമ്മയും അച്ഛനെയും കിട്ടുമെന്ന് നോക്കുന്നത്. പ്രസവിച്ച് കഴിയുമ്പോൾ അമ്മയും അച്ഛനും വീട്ടിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെയാണ്. അതുവരെ ന്യൂക്ലിയർ ഫാമിലി ആയിട്ടിരിക്കുന്നവർ എല്ലായിടത്തേക്കും കൊണ്ടുവന്നത് നമുക്ക് ഈ തരത്തിലുള്ള അന്യര് എന്ന് പറയുന്ന ആൾക്കാരെ വിശ്വസിച്ച് വീട്ടിൽ വെക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ് ബേബി സിറ്റിംഗ് എന്ന് പറയുന്ന സാധനം നമുക്ക് സത്യതയില്ലാത്തത്. അതുകൊണ്ടാണ് വീണ്ടും ഈ അമ്മയുടെയും അച്ഛൻ്റെയും സഹായം ആവശ്യമായിട്ട് വരുന്ന സമൂഹം രൂപപ്പെട്ടത്. അപ്പം ഇതെല്ലാം നമ്മളിതിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പം ഈ കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറയുന്നത് പൊതുവായി എല്ലാവരുടെയും പ്രവൃത്തിയാണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കുട്ടി നമ്മുടേതാണെന്നാണല്ലോ വെക്കുന്നത്. ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ എന്നാണല്ലോ നമ്മൾ എപ്പോഴും പറയുന്നത്. ആ കുട്ടിയെ നമ്മൾ ഉണ്ടാക്കി വളർത്തുന്നു എന്ന് സംശയരഹിതമായി വിചാരിക്കുന്നവർ തന്നെയാണ് എല്ലാവരും. ആ കുട്ടിയെ കൊല്ലാനോ വെക്കുവോ? നമ്മളല്ലേ ഉണ്ടാക്കി. അപ്പോൾ പിന്നെ കൊല്ലുമ്പോൾ എന്തിനാണ് കേസ് വരുന്നത്? കാരണം കൊല്ലാൻ നമുക്ക് എന്താണ് ആരുടെ നിയമം? ആരുടെ നിയമം? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുട്ടി നമ്മുടേതാണെന്ന് തോന്നിപ്പിക്കുന്നതല്ലാതെ യഥാർത്ഥ കുട്ടി നമ്മുടേതല്ല. കുട്ടി സമൂഹത്തിൻ്റെ മറ്റേ രാജാവിൻ്റെതായിരുന്നു. രാജാവിന് അടിമകളെ ഉണ്ടാക്കി കൊടുക്കുന്ന ഇടമാണ് ഈ കുടുംബങ്ങളെല്ലാം. ഞാൻ ഈ രാജാവെന്ന് പറയുമ്പോൾ പഴയ ഹെറാർക്കിക്കൽ സമൂഹത്തിനാണ് അത് മനസ്സിലാക്കേണ്ടത്. അവിടെ നമ്മുടെ മുകളിൽ ഈ കുട്ടിയെ ഉണ്ടാക്കാനും വളർത്താനും പണ്ട് പശുവിനെയും ആടിനെയൊക്കെ വളർത്താൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നെന്ന് പറയുന്ന പോലെയാണ് ഇത് കാണുന്നവർ. ഇതുകൊണ്ടാണ് കൊല്ലാൻ വെക്കാത്തത്. നിങ്ങൾക്ക് ബൈബിളിനകത്ത് എബ്രഹാം കുഞ്ഞിനെ കൊണ്ടുപോയി ബലി കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. അന്ന് കേസുണ്ടോ? ഇല്ല. രാജാവില്ല.
ഇതാരാധമില്ലാത്ത. ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുട്ടികളെ കൊല്ലാനായിട്ട് പറ്റാതായിപ്പോയത് കുട്ടി സമൂഹത്തിൻ്റെതാണെന്ന് പറയുന്ന ഇപ്പൊ നമ്മൾ സമൂഹം എന്നുള്ള വാക്കാ പറയുന്നത്. പണ്ടങ്ങനല്ല, രാജാവിന്റെ പ്രജയാണ്, അതിനെ കൊല്ലാനൊക്കത്തില്ല. വളർത്താനായിട്ട് നമ്മളെ ഏൽപ്പിച്ചതുപോലാണ്. കുട്ടി നമ്മുടേതാണെന്ന് നമ്മൾ വിചാരിക്കാം എന്നുള്ളതല്ല, അതേ നമ്മുടേതാക്കാൻ പറ്റത്തില്ല. 18 വയസ്സാകുമ്പം രാജാവിന്റെ സേനയിൽ ചേർക്കാനായിട്ട് പുരുഷന്മാരെ കൊണ്ടുപോവുകയും മറ്റ് സ്ത്രീകളെ വേറെ ആൾക്കാരുടെ ഭാര്യമാരാക്കാനായിട്ട് രാജാവ് ഏർപ്പെടുത്തിയിരിക്കുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഈ കുട്ടി നമ്മുടേതാണെന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. ഇന്നും ഇപ്പോഴും നമുക്ക് സിസ്റ്റത്തിനകത്ത് ഈ കുട്ടി എന്ന് പറയുന്നത് നമ്മുടേതല്ല. നമ്മൾ ഇപ്പോഴും നമുക്ക് അങ്ങനെ തന്നെയാണ് ഉള്ളത്. കുട്ടിയെ ഞാൻ സ്കൂളിൽ വിടുന്നില്ല എന്ന് പറഞ്ഞാൽ കേസുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ മേഖല സമൂഹത്തിൻ്റെതാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ കുട്ടിയാകുന്ന എങ്ങനെ? ശരിക്കും നമ്മുടെ കുട്ടി അല്ല, ഒരു സമയത്തും ആയിരുന്നില്ല. അത് നമ്മൾ അറിയേണ്ടതുണ്ട്. പക്ഷേ സിസ്റ്റം നമ്മുടെ മുകളിൽ ഇങ്ങനെ ഇല്ലായിരുന്നു. ഇന്ന് ആ സിസ്റ്റത്തിനകത്തും കൂടെ നമ്മൾ നിൽക്കുന്നത്. ഇതുകൊണ്ടാണ് കുട്ടിയെ വളർത്തുന്ന ഇടം മാത്രമായിട്ടാണ് അതിനുള്ള ആളുകൾ എന്നുള്ളത്. അപ്പം 1-2 പേരും കൊണ്ട് ഒരിക്കലും കുഞ്ഞുങ്ങളെ വളർത്താനൊക്കത്തില്ല. ഇവിടെ ധാരാളം ആൾക്കാർ ആവശ്യമാണ്. പണ്ട് ഗോത്രത്തിനകത്തുള്ള മുഴുവൻ പേരും കൂടെ ചേർന്ന കുഞ്ഞുങ്ങളെ വളർത്തിയിരുന്നു. അല്ലാതെ ഒരു അമ്മ അച്ഛനോ മാത്രമല്ല, അമ്മ ഒറ്റയ്ക്ക് കൊണ്ട് നടക്കുന്ന പാല് കൊടുക്കുന്ന സമയത്ത് പോലും മറ്റ് പാല് കൊടുക്കുന്ന സ്ത്രീകൾ കുഞ്ഞ് കരഞ്ഞാൽ എടുത്ത് പാല് കൊടുക്കും. അങ്ങനെയായിരുന്നു ഗോത്രത്തിൽ നിന്നിരുന്നത്. ഈ മേഖലകളെല്ലാം പോയിട്ട് ഈ ന്യൂക്ലിയർ ഫാമിലി കുടുംബം എന്ന് പറഞ്ഞാൽ ഫാക്ടറിക്ക് അനുസൃതമായിട്ട് 2 പേര് മതി എന്ന് തീരുമാനിക്കുന്ന യുക്തി വന്നത് ഒരു കുടുംബത്തിനകത്തുള്ളവർ മുഴുവനും പേരും കൂടെ ഫാക്ടറി ജോലിക്ക് പോകാൻ ഒരാൾ മതി അവർക്ക്. പക്ഷെ കുടുംബം എന്ന് പറഞ്ഞാൽ കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൂപ്പൻ, അമ്മൂമ്മ, അമ്മാവന്മാരെന്ന് പറയുന്ന കസിൻസ് എന്ന് പറയുന്നവരെല്ലാവരും വരും. അതാ കുടുംബം. കൃഷി കുടുംബം എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബമാണ്. ഈ കുടുംബത്തിനെ കൊണ്ടുപോയി ഫാക്ടറിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഫാക്ടറിക്കാർ കണ്ടുപിടിച്ചതാണ് 2 പേര് മതിയെന്ന്. അങ്ങനെയാണ് ക്വാർട്ടേഴ്സ് ഉണ്ടാക്കി 2 പേരുടെ മുറിക്കകത്തൂടെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ന്യൂക്ലിയർ ഫാമിലി ഉണ്ടാകുന്നത്. അപ്പോഴാണ് ഈ വീട്ടുകാരും ബന്ധുക്കളും അമ്മമാരും അപ്പം ഈ സഹോദരങ്ങളും ഇവരൊന്നുമില്ല, സ്പ്ലിറ്റ് ആയത്. ഈ 2 പേരും കുഞ്ഞുങ്ങളും മാത്രമല്ല കുടുംബങ്ങൾ ഉണ്ടായപ്പോഴാണ് കൃഷി ഉണ്ടാകുന്നതും ഈ സ്കൂൾ സിസ്റ്റം ഉണ്ടാകുന്നതും ഇത് മുഴുവൻ വരുന്നത്. അവിടെ കൂടെയാണ് അത് ഇതിന് പകരം ഈ കുടുംബത്തിന് പകരം ഉണ്ടായിരിക്കുന്ന സിസ്റ്റങ്ങളാണ് അതെല്ലാം. ആ സിസ്റ്റത്തിനകത്തൂടെ ഇന്നിപ്പോൾ നമ്മൾ സ്കൂൾ ഉണ്ടാക്കുന്നത് നമ്മളല്ല, മറ്റേ ആണെങ്കിൽ വീട്ടിനകത്ത് ഒരു കുഞ്ഞിനെ പഠിപ്പിക്കാനായിട്ട് ഒരാളെ വിളിച്ച് അവിടെ ഇരുത്തുക ചെയ്തിരുന്നത്. ട്യൂഷൻ പോലെ ആയിരുന്നു പണ്ട് പഠിപ്പിച്ചിരുന്നത്. ആശാന്മാർ വന്ന് പഠിപ്പിക്കുന്ന സ്ഥലമായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിന് പകരമുണ്ടായ വലിയ സിസ്റ്റമാണ് സ്കൂൾ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും ചെറിയ ഘടനയാണ്, ഏറ്റവും ചെറിയ ഘടകമാണ് നമ്മൾ പറയുന്ന കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ആ മേഖല മുഴുവനും കൂടെ നമ്മളിങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഒത്തിരി പേര് ചേർന്നാണ് ഇന്നും കുഞ്ഞിനെ വളർത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതിന് സിസ്റ്റത്തിനകത്തുള്ള വളർത്തലാണ്, അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ നേരിട്ടല്ല. അപ്പം ആ നേരിട്ടല്ലാതിരിക്കുന്ന വലിയൊരു കൂട്ടം ആൾക്കാരില്ലാതെ 2 പേര് ചേർന്ന് കുഞ്ഞിനെ വളർത്താൻ ശ്രമിച്ചാൽ ഫുൾ ടൈം അതിനകത്തിരിക്കേണ്ടി വരും. അപ്പോൾ മറ്റുള്ള വരുമാനം ഉണ്ടാക്കും എന്നുള്ള പ്രശ്നം വരുന്നത്. അപ്പോഴാണ് കുഞ്ഞിനെ എന്തായാലും പ്രസവിച്ച ആള് വളർത്തുന്ന, അങ്ങനെ സ്ത്രീകളുടെ പണിയായിട്ട് കുഞ്ഞിനെ മുഴുവനും മാറുന്ന അങ്ങനെയാണ്. ഗോത്രത്തിനകത്ത് ഒരു കൂട്ടം സ്ത്രീകളും മൂത്ത കുട്ടികളും ചേർന്ന കുഞ്ഞിനെ വളർത്തുന്നത്. അവരെ കണ്ടാണ് ഒരു സംഘം. ഞാൻ 2 വയസ്സ് 3 ദേഹത്ത് കൊണ്ട് നടക്കാൻ പറ്റുന്ന സമയം വരെ ഈ അമ്മയുടെയോ അല്ലെങ്കിൽ മറ്റൊരു അമ്മയുടെയോ കൂടെ കുഞ്ഞുണ്ടാവും. ഓടിത്തടന്ന് മറ്റുള്ള ഒരു കുട്ടികളുടെ കൂട്ടത്തിനകത്താണ് പിന്നെ അത് വളരുന്നത്. അല്ലാതെ വീണ്ടും അമ്മയും അച്ഛനെ നോക്കുക എന്ന് പറയുന്നത് യുക്തിയൊന്നും ഗോത്രത്തിലില്ല. ഒരു സംഘമാണ് വളർത്തുന്നത്. ആ സംഘത്തിന് പകരം നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കൃഷി വേണം, LKG വേണം, UKG വേണം, സ്കൂളിലെ അധ്യാപകർ മുഴുവൻ വേണം, കോളേജിലെ അധ്യാപകർ മുഴുവൻ പേര്, ഇത്രയും പേര് കൂടി ചേർന്നിട്ടാണ് കുട്ടിയെ വളർത്തുന്നത്. അത്രയും വലിയ സിസ്റ്റത്തിനകത്താണ് ഇന്ന് കുഞ്ഞിനെ വളർത്തുന്നത്. അല്ലാതെ ഈ അമ്മയും അച്ഛനും ഭാര്യയും ഭർത്താവും കൂടി ചേർന്ന് നടത്തുന്ന പണിയാണെന്ന് ആളുകൾ വെറുതെ ഇങ്ങനെ വിചാരിക്കുകയാണ് ചെയ്യുന്നത്. വിചാരം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗൾഫിൽ പോയി ജോലി ചെയ്യുന്ന ഒരു പുരുഷൻ വിചാരിക്കുന്നത് അയാൾ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. 24 മണിക്കൂർ കുഞ്ഞിനെ നോക്കേണ്ടതുണ്ട്. അല്ല കുറച്ച് കാശ് അയച്ചു കൊടുത്താലൊന്നും കുട്ടിയെ നോക്കാനൊക്കത്തില്ല. അപ്പോഴാണ് വലിയ സിസ്റ്റത്തിനകത്താണ് നമ്മൾ ഇന്നത് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പം നമ്മളെല്ലാവരും ഇന്ന് ഇപ്പം ഞാനൊക്കെ കുഞ്ഞിനെ വളർത്തുന്ന സമയത്ത് ഈ കാര്യങ്ങൾ അറിയുന്നത് കൊണ്ടാണ് ആ ലെവലിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ മുഴുവൻ ജീവിതത്തിൽ വരുത്തിയിട്ടാണ് കുട്ടിയെ നോക്കുന്നത്. അല്ലെ ചെയ്യാൻ പറ്റത്തില്ല. ധാരാളം പേര് വേണ്ടതാണ്. ഇപ്പം എൻ്റെ കുട്ടിയെ വളർത്തുമ്പോഴും സ്കൂളുണ്ട്,
അധ്യാപകരുണ്ട്, അവളെ കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷക്കാരനുണ്ടാകും, സ്കൂളിലെ ബസ്സാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡ്രൈവർ ഉണ്ടാകും. ഇവർ മുഴുവനും ചേർന്നല്ലേ കുഞ്ഞിനെ വളർത്തുന്നത്. നമ്മുടെ വിചാരം അവരാരും ഈ വളർത്തലില്ലെന്നാണ് എല്ലാവരുടെയും വിചാരം. അമ്മയും അച്ഛനും കൂടെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. ഈ മലയാള ഭാഷ അമ്മയും അച്ഛനും കൂടെ ഉണ്ടാക്കിയതാണോ? അല്ല. അപ്പൊ അത് മിണ്ടണമെന്നുണ്ടെങ്കിൽ ഒത്തിരി പേര് വേണ്ടേ? അപ്പൊ ഈ കുഞ്ഞിനെ വളർത്തണമെന്നുണ്ടെങ്കിലും പഠിപ്പിക്കണമെന്നുണ്ടെങ്കിലും പബ്ലിക് റോഡ് അമ്മയും അച്ഛനും കൂടെ ഉണ്ടാക്കിയതാണോ? അല്ല. കോളേജ് അമ്മയും അച്ഛനും കൂടെ ഉണ്ടാക്കിയതാണോ? പിന്നെ എവിടെയാണ് ഈ അമ്മയും അച്ഛനും വളർത്തുന്നത്? അപ്പോഴാണ് ഇന്നത്തെ സിസ്റ്റത്തിനകത്ത് നമുക്കൊരു 10% വളർത്തലേ ഈ അമ്മയും അച്ഛനെന്ന് പറയുന്നവരോട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ കുട്ടികളുടെ ഇപ്പോഴത്തെ ഒരു മാറ്റത്തിന് ഈ പറഞ്ഞ ഈ സിസ്റ്റം മുഴുവൻ, അതുകൊണ്ടാണ് നമുക്ക് മാത്രമായിട്ട് കുഞ്ഞിനെ വളർത്താൻ പറ്റത്തില്ല. കാരണം കുട്ടികളിൽ ഒരുപാട് ചേഞ്ച്, ഇപ്പൊ പഴയ കുട്ടികളെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അവരുടെ എന്താ പറയാ, എടുത്തു പറയുകയാണെങ്കിൽ ഡ്രഗ് ഭയങ്കരമായിട്ട് യൂസ് തുടങ്ങിയിട്ടുണ്ട് കുട്ടികളുടെ. നിങ്ങൾ വിഷയങ്ങൾ കൂട്ടിക്കുഴയ്ക്കാതെ നമ്മള് ഈ പറയുന്നതെല്ലാം നമ്മൾ ഈ എന്താണ് ഒരു സമൂഹത്തിന്റെ പുതിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന സാധനങ്ങൾ ഇപ്പോഴത്തെ കുട്ടികൾ നിങ്ങൾ തന്നെ ഇപ്പോഴത്തെ കുട്ടി എന്ന് പറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് തമാശ. അല്ല, പുതിയതെന്ന് പറയുന്നത് തന്നെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ. അതുകൊണ്ടാണ് ചെറിയ പ്രായത്തിലെ കുട്ടികൾ ശരിയല്ല എന്ന് പറയാത്ത ഒരു തലമുറയിൽ ലോകത്ത് ഒരിക്കലും ഉണ്ടായില്ല. നിങ്ങൾ ഈ പറയുന്ന വരി സോക്രട്ടീസ് പറഞ്ഞിട്ടുണ്ട്, ഈ വരുന്ന തലമുറ ശരിയാകത്തില്ല. അത് എല്ലാ തലമുറയും പറയുന്നതാ. അത് കണ്ടിട്ടൊന്നും ഒരു കൺഫ്യൂഷനും വേണ്ട. നമ്മൾ ഈ പറയുന്ന ഇപ്പോഴത്തെ ഈ പറയുന്ന നിലവാരത്തിലുള്ള പ്രശ്നങ്ങൾ പറയുന്നതെന്നൊക്കെ പറയുന്നത് വേറെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, അല്ല ഇപ്പോഴത്തെ തലമുറയുടെ പ്രശ്നമൊന്നുമില്ല. എല്ലാ തലമുറയും ഇതുവരെയുള്ള തലമുറയെക്കാളും മെച്ചപ്പെട്ട തലമുറയാണ് എന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന ക്യാമറയും ലൈറ്റും സാധനം എല്ലാം ഉണ്ടാകുന്ന പിന്നെ എവിടുന്നാണ്? പഴയ തലമുറ ഉണ്ടാക്കിയതെന്ന്. അവർക്ക് കാളവണ്ടി ഉണ്ടാക്കാൻ അറിയാം, അത് മറക്കണ്ട. അതുകൊണ്ട് പഴയകാല അമ്മയും അച്ഛന്മാരും വലിയ വിവരത്തോടാണ് കുട്ടികളെ വളർത്തിയെന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ അറിയുന്നുണ്ട്? ഞാൻ സെൽഫോൺ കൊടുക്കാം, അതിനകത്ത് ആപ്ലിക്കേഷനൊക്കെ ഒന്ന് വർക്ക് ചെയ്തെന്ന് കാണിച്ചാൽ മതി. ഭയങ്കര അറിവാണല്ലോ. ഒരു വിവരമില്ല. എത്ര അറിയണേ? എപ്പോഴും പുതിയ തലമുറയ്ക്കാണ് അറിവുള്ളത്. അല്ല പുതിയ തലമുറ മുഴുവൻ തലതിരിഞ്ഞു പോകുന്നു എന്നൊക്കെ പറയുന്ന കഥയൊക്കെ പറയുന്നത് പഴഞ്ചന്മാരെല്ലാം ഇവിടെ ചൊവ്വേ നേരെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ട് പറയുന്നതാണ്. അങ്ങനൊന്നുമല്ല. എൻ്റെ കുട്ടിക്കാലത്ത് പുസ്തകം വായിക്കുന്നതായിരുന്നു ഏറ്റവും ഭയങ്കര തെറ്റ്. വീട്ടിലൊരു 1000 പണിയുണ്ട്. പശുവിനെ അഴിച്ചു കെട്ടണം, നെല്ലുണക്കണം, കപ്പ നോക്കണം, ഇത് കുരുമുളക് പറിക്കണം. ഇതൊന്നിനും ഇല്ല. ഒരു പുസ്തകമായിട്ട് തന്നെ മൂലയ്ക്ക് ഇരിക്കും എന്നറിയാം. അന്നത്തെ ഏറ്റവും വലിയ തെറ്റായിരുന്നു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈബ്രറിയൊക്കെ ഉണ്ടായി, നാട്ടിലെല്ലാം പുസ്തകം വായന വന്നപ്പോൾ അത് ശരിയായി. പേപ്പർ വായിക്കുന്നതൊക്കെ. മറ്റേത് മുഴുവൻ ഈ വായിക്കുന്നവരാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വായിക്കുന്നത് ശരിയാണ്, പക്ഷെ മൊബൈല് നോക്കിക്കൂടാണ്. എന്താണോ പുതിയത് അത് കുഴപ്പമാണെന്ന് പഠിപ്പിക്കുന്നവരാണ് എന്നും ഈ വയസ്സന്മാർ. ഇന്ന് തുടങ്ങിയല്ലേ, സോക്രട്ടീസിന്റെ കാലത്തോട്ട് തുടങ്ങിയെന്ന് ഞാൻ പറയുന്നത്. അല്ല തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഈ പഴഞ്ചൻ തലമുറയ്ക്കൊക്കെ ഭയങ്കര വിവരമാണെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല സെൽഫോണൊക്കെ അന്നേ അവർ കണ്ടുപിടിച്ചാൽ. കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. കാർ കണ്ടുപിടിച്ചത് പഴയ തലമുറയാണോ? ഇങ്ങനെ അത് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രോഗ്രസീവായിട്ട് വരുന്ന ഈ ഏരിയ മുഴുവൻ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ എന്നും ആളുകൾ കാണും ഞങ്ങൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല എന്ന് പറയുന്ന തരത്തിലാണ് പുതിയ കുട്ടികളെ പറ്റി പറയുന്നത്. ടീച്ചേഴ്സ് പറയുന്ന പോലെ ഞാൻ എന്താ പറയാ, ടീച്ചേഴ്സ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാധനം കഴിഞ്ഞ നൂറ്റാണ്ടിലെ കഥയാണ്. അത് ഏത് ആൾക്കും ബോറടിക്കുന്ന സാധനമാണ്. ഒരു പ്രയോജനമില്ല. 8ാം ക്ലാസ് പഠിച്ച എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഓർമ്മയില്ല. നിങ്ങൾ പഠിച്ച് പാസ്സായല്ലേ? ഒരു പ്രയോജനം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓർക്കാനൊക്കാത്തത്. കാരണം എനിക്കത് എവിടെ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. തന്നെയാണ്. അങ്ങനെ പ്രയോജനരഹിതമായ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ബോറടിച്ച പിള്ളേർ ചെയ്യുന്ന പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനെ ശ്വാസം മുട്ടിച്ച് അവരെ എങ്ങനെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ വായിക്കാത്തേക്ക് എക്സാമിന് വേണ്ടിയായിരുന്നു പഠിച്ചിരുന്നത്. അതേപോലെ ഞാൻ കുത്തിക്ക് അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ കാര്യങ്ങൾ അറിയാനായിട്ടൊരു വിദ്യാഭ്യാസം ഇല്ല. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കാണാതെ പഠിച്ച് എഴുതുക എന്നുള്ളതാണ്. വിഷയം പഠിച്ചിട്ടില്ല, പഠിച്ച സാധനം വന്നിട്ടില്ലാത്തതുകൊണ്ട് തോറ്റു പോകുന്ന വരുവാ. അല്ല വേറെ ഒന്നുമില്ല. വിഷയം പഠിച്ച ഒരാളിന് ഇങ്ങനൊരു പ്രശ്നമില്ല. ഏത് ചോദ്യം ചോദിച്ചാലും ഇപ്പം നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി ഞാൻ എങ്ങനെ ചോദിച്ചാലും തെറ്റുവോ? തെറ്റത്തില്ല. എത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അത് അറിയാം. അപ്പൊ വിഷയം അറിയാതെ പഠിപ്പിക്കുന്ന, കാണാതെ പഠിപ്പിക്കുന്ന ക്ലാസ് റൂമിനകത്തെ ബോർഡം അനുഭവിക്കുന്ന കുട്ടികളുടെ പ്രശ്നം മാത്രമേ ഇപ്പോഴും ഉള്ളൂ. ഇതെല്ലാ സമയത്തും ഉണ്ടായിരുന്നു.
എൻ്റെ കുട്ടിക്കാലത്ത് സിഗരറ്റ് വലിക്കുന്നതായിരുന്നു ഏറ്റവും വലിയ തെറ്റ്. ഇപ്പൊ സിഗരറ്റ് എല്ലാ കടയിലും കൊടുക്കുന്നുണ്ടല്ലോ. 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും വാങ്ങിക്കാം. 18 വയസ്സ് കഴിഞ്ഞാൽ കൊടുക്കാന്ന് തെറ്റാണല്ലോ. സിഗരറ്റ് വലിക്കുന്നത് തെറ്റാണല്ലോ, സംശയമൊന്നും ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് അത് വിൽക്കുന്നത്? മദ്യം കഴിക്കുന്നത് തെറ്റാണല്ലോ, പിന്നെ എന്തിനാണ് അത് വിൽക്കുന്നത്? ഗവൺമെന്റ് അല്ലേ കൊടുക്കുന്നത്. അതെങ്ങനെ പറ്റും? തെറ്റാണ്, പക്ഷെ വിൽക്കാം. അതെ, ഇതാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ഇങ്ങനെ ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയും ഇനിയുള്ളവർ ചെയ്യരുതെന്ന് പറയുന്ന ന്യായങ്ങളെ ഇതിനെല്ലാം ഉള്ളു. ഇവിടുത്തെ സകല കഞ്ചാവും വലിക്കുന്ന സ്വാമിമാരെ ഈ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. ഇവിടുത്തെ സ്പിരിച്വലിസ്റ്റുകൾ മുഴുവൻ വലിക്കുന്ന സാധനമാണ് ഇതൊക്കെ. ഇപ്പൊ എന്താണ് വടക്കേ ഇന്ത്യയിലെ കുംഭമേള നടന്നില്ലേ, അവിടെ പോയ ആ തുണി എടുക്കാൻ നടന്ന സകല സ്വാമിമാരും വലിക്കുന്ന സാധനമാണിത്. അവിടുത്തെ വടക്കേ ഇന്ത്യയിലെ ഹോളി വന്നാൽ സകലരും കറുപ്പ് കലങ്ങിയ കഴിഞ്ഞാൽ അത് അരച്ച് കലക്കി പാലിനകത്താക്കി കുടിക്കും പാങ്ങെന്ന് പറഞ്ഞ്. അപ്പോഴൊന്നും ഒരു പ്രശ്നമില്ല. അവിടെ ലീഗലാണല്ലോ. അത് അവിടെ ലീഗലല്ല. എല്ലാരും പണ്ടേ ചെയ്തോണ്ട് പണ്ടത്തുള്ളവരെല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കത്തില്ലല്ലോ. അപ്പൊ പിന്നെ ഇത് എപ്പോഴാ വന്നത്? നമ്മൾ ഈ പറയുന്ന സകല സാധനവും പുതിയ രീതിയിൽ അമേരിക്കയിൽ നിന്ന് പറഞ്ഞതാണ് ഇത് വിൽക്കാൻ പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് മാത്രമാണ് ഇന്ത്യക്കാരൻ അത് തടഞ്ഞത്. അല്ല, നമ്മളുമായിട്ട് ഒരു ബന്ധമില്ല. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. സ്ട്രിക്റ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യരുത് എന്ന് പറയുന്നതാണ് മുഴുവനും. ഇത് ഉപയോഗിക്കരുതെന്ന് പറയുന്ന സാധനം ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കി ജയിലിലിടുന്ന ഈ മെക്കാനിസം എന്ന് പറയുന്നത് കൂടുതൽ നിങ്ങൾ ചെയ്യുന്നിടത്തോളം കൂടുതൽ ക്രിമിനൽസിനുണ്ടാകും. റെസ്ട്രിക്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ. റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഉപയോഗശൂന്യമായ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ്, നിയന്ത്രണങ്ങളുടെ പ്രശ്നമല്ല പറയുന്നത്. ഇഷ്ടമുള്ളതുപോലെ ബസ് ഓടിക്കാനും ഇഷ്ടമുള്ളതുപോലെ കാർ ഓടിക്കാനും ഒന്നും അനുവദിച്ചിട്ടില്ല. പക്ഷെ കാർ ഓടിക്കരുതെന്ന് പറയുകയല്ല ചെയ്തിട്ടുള്ളത്, അത് ഓടിക്കാൻ പഠിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലാണ് ഈ ലോകത്തിനെ മനസ്സിലാക്കി അവരവർക്ക് ആവശ്യമുള്ള രീതിയിൽ എങ്ങനെ ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്നും മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുക എന്ന് പറയുന്ന ലോകത്തോടാണ് ഇതിന്റെ നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നത്. ഇതിന് പകരം ഞങ്ങൾ പറയും ശരി, നിങ്ങൾ അനുസരിച്ചോണമെന്ന് പഠിപ്പിക്കുന്ന ക്ലാസ് റൂമിനകത്തു നിന്നാണ് ഈ പറയുന്ന ശ്വാസം മുട്ടുന്ന പിള്ളേർ മുഴുവനും ഇത് മുഴുവൻ മേടിക്കുന്നത്. ഇവിടെ ഈ നിരോധനം തുടങ്ങിയപ്പോഴാണ് അഗ്രസീവായിട്ട് സെയിൽ ചെയ്യും. ഞാനിത് പറയുമ്പോൾ മനസ്സിലാക്കാനുള്ളത്, ഞാനിത് പ്രെഡിക്റ്റ് ചെയ്തതാണ്. ഞാനിത് 25 വർഷം മുമ്പ് ചാരായം നിരോധിച്ച സമയത്ത് ഏക്കാനിയുടെ അടുത്ത് കത്തെഴുതി ഞാൻ കൊടുത്താണ്, നിങ്ങളിത് ചെയ്യരുത്, ക്രിമിനലായ സമൂഹം ഉണ്ടാകും. ഈ കാണിക്കുന്ന എല്ലാ സാധനവും കൂടുതൽ ക്രിമിനലൈസ് ചെയ്യുന്ന സമൂഹം ഉണ്ടാകത്തേ ഉള്ളൂ. നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതോഴും നിരോധിക്കാൻ ശ്രമിക്കുന്നതോഴും വളരും. നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യാനായിട്ടുള്ള ത്വരയുണ്ടാകുന്നതാണ് യൗവനം. അത് നമ്മൾ തിരിച്ചറിയണം. ചെയ്യരുതെന്ന് എന്താണോ പറയുന്നത് അത് ചെയ്യുക, രഹസ്യമായി ചെയ്യുന്നവരെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളത്, കള്ളം പറയുന്നവരെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളത്, ക്രിമിനലായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരായിട്ട് മാറ്റാമെന്നുള്ളതല്ല, അത് വേറെ ഒരു പ്രയോജനമില്ല. അതേ സമയത്ത് നിയന്ത്രിതമായി ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് കണ്ടെത്തി ചെയ്യുന്ന രീതിയാണ് ഉപയോഗിക്കേണ്ടത്. ലോകവ്യാപകമായി ഇത് അനുഭവിക്കുന്ന കാര്യമാണ്. അത് ഈ മലയാളികളുടെയോ കേരള ഇന്ത്യക്കാരൻ്റെ സാധനമല്ല. ഇത് പറയാൻ രണ്ട് ഇരട്ടത്താപ്പാണ് ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇവിടുത്തെ കേരളത്തിലെ പോലീസുകാരോട് ഞാൻ ചോദിക്കുന്നതാണ്, വടക്കേ ഇന്ത്യയിലെ സ്വാമിമാരെ എന്താ അവർ പിടിക്കാത്തത്? കുംഭമേളയിൽ പോയി അവരെ മുഴുവൻ പിടിച്ച് ജയിലിലിടണ്ടേ? ഇവരുടെ ന്യായമാണെങ്കിൽ. അപ്പൊ അങ്ങനൊന്നും അല്ല. ഇരട്ടത്താപ്പ് ഒരേ സമയത്ത് മദ്യം ഉപയോഗിക്കുന്നത് ഇവിടെ വിറ്റോണ്ടിരിക്കുന്നത് എങ്ങനെ പറ്റും? എങ്ങനെ സിഗരറ്റ് വിൽക്കും? മദ്യം 4ാമത്തെ സ്ഥാനമുള്ള, മദ്യവും മയക്കുമരുന്നു എന്ന് പറഞ്ഞ ഡിവിഷൻ ഇല്ല. ഡ്രഗിനകത്തെ 4ാമത്തേതാണ് മദ്യം. ഡ്രഗ് മയക്കുമരുന്നിലുള്ള ഒന്നാണ് മദ്യം. അല്ല, മദ്യവും മയക്കുമരുന്ന് എന്ന് പറയുന്നത് കള്ളം പരീക്ഷകളുടെ ഡിവിഷനാണ്. ഞങ്ങൾ കഴിക്കുന്നതും ഞങ്ങൾ ഉപയോഗിക്കുന്നതും ആഠ്യമാണെന്ന് വിചാരിക്കുന്ന യുക്തി കൊണ്ട് മാറിയുന്നതാണ്. ഏറ്റവും കൂടുതൽ അഡിക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ് നിക്കോട്ടിൻ. അതിന്റെ പുറത്തെല്ലാം ക്യാൻസറിന്റെ പടം വരച്ച് വെക്കും എന്നുള്ളതല്ലാതെ വിൽക്കുന്നത് എന്തിനാണ്? അതെന്താ നിരോധിക്കാത്തത്? കാരണം അത് ലാഭം ഉണ്ടാക്കുന്ന സാധനമായിട്ട് വലിയ വ്യവസായമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ കണ്ണിന്റെ മുമ്പിൽ ചെയ്തുകൊണ്ടാണ് ഈ ന്യായം മുഴുവൻ പറയുന്നത്. മദ്യം ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന അത്രയും ഡാമേജ് വേറെ ഒരു സാധനത്തിനും സത്യത്തിലില്ല. ആളുകളെ വണ്ടി കൊണ്ട് ഇടിക്കുക, മറ്റുള്ളവരെ കൊല്ലുക, എന്താണ് വീടുകൾ മുഴുവൻ തകർക്കുക, ഇത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണല്ലോ. അതെങ്ങനെയാണ് വിൽക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം
കിട്ടും. കറുപ്പ് കഴിച്ചവര്, കഞ്ചാവ് കഴിച്ചവര്, മദ്യം കഴിച്ചവര്, ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് എടുക്കുന്നതൊക്കെ. ഇതിനെപ്പറ്റി ഒരു കഥയുണ്ട്. ഒരു കഥ അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നിൽ കറുപ്പ് കഴിച്ചവനും കഞ്ചാവ് വലിച്ചവനും ഈ മദ്യം കഴിച്ചവനും വന്നു. മദ്യം കഴിച്ചവൻ ആദ്യം മുട്ടാൻ തുടങ്ങി. തുറക്കടാ, തുറന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടും. അവസാനം ചവിട്ടും തൊഴിക്കും, ഭയങ്കര ബഹളം. അപ്പൊ കറുപ്പ് കഴിച്ചവൻ എന്താ ചെയ്യുന്നത്? അത് എന്നെങ്കിലും തുറക്കും ആരെങ്കിലും എന്ന് പറഞ്ഞാൽ അവിടെ ചാരി അവിടെ ഇരിക്കുകയാണ്. എന്നെങ്കിലും മനുഷ്യർ ഇത് തുറക്കുന്നുണ്ടാവും. കഥകല്ലേ, കഥ എന്നെങ്കിലും തുറക്കാനുള്ളതല്ലേ എന്നൊക്കെ പറയുന്നുള്ള ഫിലോസഫിയൊക്കെ പറഞ്ഞ് അയാൾ അവിടെ ഇരിപ്പുണ്ട്. കഞ്ചാവ് വലിച്ചവൻ എന്താ ചെയ്യുന്നത്? അവനിങ്ങനെ ഇതിനെ ഇങ്ങനെ നോക്കും, വിടവുകൾ മുഴുവൻ നോക്കി. അവസാനം ഈ താക്കോലിൻ്റെ ദ്വാരങ്ങൾ നമുക്ക് ഇതിനകത്തൂടെ അങ്ങ് കയറിയാലോ. ഇത് ഈ മലയാളികൾ ഉണ്ടാക്കിയ കഥയാ. കാരണം ഇതിൻ്റെ മൂന്നിൻ്റെ സ്വഭാവമാണ് ഞാൻ ഈ പറഞ്ഞത്. തൂങ്ങി പിടിച്ചിരിക്കുന്നതല്ലാതെ ഈ നാട്ടിനകത്ത് വയലൻസ് ഉണ്ടാക്കിയെടുക്കുന്നതിന് 90% ഈ മദ്യം കഴിക്കുന്നവരാണ്. പക്ഷേ അത് ആഠ്യമാണ്, അത് കഴിക്കില്ല. അത് ഗവൺമെൻറ്റിന് കൊടുക്കുക, ക്യൂ നിന്ന് മേടിക്കുക. പക്ഷെ അപമാനമാണ്, കഴിച്ചുകൂടാ, തെറ്റാണ്. ഉപദേശിക്കും, അച്ഛന്മാരെല്ലാം വന്ന് ഉപദേശിക്കും, മദ്യമൊന്നും കഴിക്കരുത്, ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അതിൻ്റെ മുകളിൽ എഴുതും. അത് സിനിമയ്ക്കകത്തും എഴുതണം. അത് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. എന്തൊരു അസംബന്ധം പിടിച്ച നിലപാട് ഇതൊക്കെ. നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ലോകത്തിനെ പറ്റി മനസ്സിലാക്കി കൊടുക്കുന്ന നിലവാരത്തിൽ ഈ വിഷയങ്ങളെ പഠിപ്പിക്കുകയും മനസ്സിലാക്കി എങ്ങനെയാണ് നിയന്ത്രിതമായി ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുകയും, അല്ലാതെ എല്ലാവരും ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. ലോകത്തുള്ളവരല്ല. ഇവിടെ സിഗരറ്റ് ഉണ്ടല്ലോ, നിങ്ങൾ ദിവസം വലിക്കുന്നുണ്ടോ? സുലഭമായി ലഭിച്ചാൽ വലിക്കണമല്ലോ. അതിലെ ന്യായം താല്പര്യമില്ല. അല്ല, നിങ്ങൾ എന്തുകൊണ്ടാണെന്ന് പറയട്ടെ. മദ്യം ഇവിടെ സുലഭമായിട്ട്, ഇവിടെ മുഴുവൻ സ്ത്രീകളും ക്യൂ നിന്ന് മദ്യം കഴിക്കുന്നുണ്ട്. കണിശമായിട്ടും കഴിക്കണമല്ലോ. ഇവരങ്ങനെയാണ് പറയുന്നത്. ഇതിങ്ങനെ കൊടുത്താൽ എല്ലാവരും അങ്ങ് ചെയ്യുമെന്നാണ്. എല്ലാവരും ചെയ്യുമെന്നുണ്ടെങ്കിൽ പിന്നെന്താണ് സ്ത്രീകളെല്ലാം ചെയ്യാത്തത്? 2 ക്യൂ വേണമല്ലോ. സിനിമാ തിയേറ്ററിൽ കാണുന്ന പോലെയുള്ള ക്യൂ കാണണ്ടേ? ബസ് സ്റ്റോപ്പിൽ കയറുന്ന പോലെയുള്ള ക്യൂ കാണണ്ടേ? അതെന്താ ഇല്ലാത്തത്? സുലഭമായി കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ആളുകൾ ഉപയോഗിക്കുന്നതെന്നാണല്ലോ വെപ്പ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2 സ്ഥലത്തിന് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ഉപയോഗിക്കണ്ടേ? അതെന്താ ചെയ്യാത്തത്? അല്ലെ, ന്യായം ഇങ്ങനെയാണല്ലോ. അപ്പൊ ഞാനിതിൽ നിന്ന് പറയുമ്പം ഇത് എല്ലായിടത്തും നിൽക്കണമെന്ന് ഞാൻ പറയുന്നു എന്നാണല്ലോ ന്യായം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നു എന്നുള്ളതാണ് ശരിയെങ്കിൽ എല്ലാവരും സിഗരറ്റ് വലിക്കുന്നവരും എല്ലാവരും മദ്യം ഉപയോഗിക്കുന്നവരായിട്ട് മാറാത്തെന്താ? അങ്ങനെ അല്ലെന്നാ അത് മനസ്സിലാക്കേണ്ടത്. വളരെ കുറച്ച് ആൾക്കാരാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. ആ ആൾക്കാരുടെ ഇടയിലാണ് നിയന്ത്രണങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കുന്നത്. അവര് തീരെ മോശമായി പെരുമാറുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ശിക്ഷകളും കൊടുത്ത് നിയന്ത്രണങ്ങൾ ഉണ്ടാക്കുന്നത്. നിയമങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയും നാടിനെ പഠിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും അത് ചെയ്യുകയല്ല. നമ്മൾ കാർ ഓടിക്കുമ്പോഴും ബസ് ഓടിക്കുമ്പോഴും എല്ലാം നമ്മൾ കാണുന്നതാണ്. കുറച്ചു പേരാണ് നിയമവിരുദ്ധമായിട്ട് പെരുമാറുന്നത്, തെറ്റുകൾ ചെയ്യുന്നത്. അവരെ ശിക്ഷിക്കുന്നതിനും മോണിറ്റർ ചെയ്യുന്നതിനുമാണ് നമ്മൾ ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. 100 പേരും തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നിയമം കൊണ്ട് ഒരു പ്രയോജനമില്ലാതെ നിയമം ഉണ്ടാക്കുന്നത് തന്നെ ഇത് പറഞ്ഞാൽ അനുസരിക്കാത്തവർക്ക് വേണ്ടിയുള്ളത് മാത്രമാണ്, അല്ലാതെ അല്ല. അതുകൊണ്ട് അങ്ങനെയാണ് ഈ ജീവിതത്തിനെയും ലോകത്തിനെയും മനസ്സിലാക്കേണ്ടത്. അതിന് പകരം ഞാൻ പറയുന്ന കാരണം കൊണ്ട് എല്ലാവരും കൂടെ കഴിക്കണമെന്നാണ് അവർക്ക്. എല്ലാവരും കൂടെ റേഷൻ കടയിൽ കൂടെ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. റേഷൻ കടയിൽ കൂടെ കൊടുത്തുകൂടാത്തതാണ് പഞ്ചസാരയൊക്കെ. ഇപ്പോഴും കൊടുക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പൊ ഈ നിലവാരത്തിൽ ജീവിതത്തിനെ പറ്റിയും ലോകത്തിനെ പറ്റിയും അറിഞ്ഞുകൂടാതെ ഈ വിഷയങ്ങളിനകത്ത് പരമജ്ഞാനികളെ പോലെ ആൾക്കാർ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് അത്ഭുതം കാണുന്നത്. എല്ലാവരുടെയും മൂക്കും തലയും ഒക്കെ ചെത്തണമെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഇവിടുത്തെ പോലീസും സകലതും കൂടെ ചേർന്നിട്ട് ഇവിടെ അങ്ങ് നന്നാക്കലാണ്. പിന്നെ എങ്ങനെയാണ് ഇത്രയും നന്നാക്കിയവർ ഇത്രയും വിൽക്കുന്നവരും കുടിക്കുന്നവരും തിന്നുന്നവരും ഉണ്ടായത്? നിരോധിച്ചത് കൊണ്ട് മാത്രമാണ്. അതിന് പകരം നമ്മൾ ഇതിന്റെ അപകടം എന്താണ്? ഞാനിതിന് സാധാരണ ഉദാഹരണമായിട്ട് പറയുന്നതാണ്. ഈ കറണ്ട് എന്ന് പറയുന്നത് തൊട്ടാ ചാവുന്ന, പിന്നെ എങ്ങനെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത്? അത്രേ ഉള്ളു. ഇത്രേ ഉള്ളു. കുഞ്ഞുങ്ങളെ അതിനകത്ത് വിരലിടാതിരിക്കുന്നതിനും സൂചി എടുത്ത് അതിനകത്ത് കുത്താതിരിക്കുന്നതിനും ഒക്കെ വേണ്ടി പഠിപ്പിക്കുന്ന നിലവാരത്തിൽ അത് കൈകാര്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ തൊട്ടച്ചാകുന്ന സാധനമാണ്. പെരക്കകത്ത് കയറ്റിക്കൂടാന്ന് പറയണ്ടേ?
ഇതുപോലെ നമ്മളിത് മനസ്സിലാക്കി. ഇത് ഉപയോഗിക്കുന്നതിൻ്റെ അപകടത്തിനെ പറ്റിയും സ്പീഡിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഹെൽമെറ്റ് ധരിക്കുന്നതിനെ പറ്റി എങ്ങനെ സംസാരിക്കുന്നത്? ഇതെല്ലാം ഇങ്ങനെയാണ്. അല്ല, വണ്ടി ഇടിച്ചാൽ ചാകും, മറ്റുള്ളവരെ ഇടിച്ച് കൊല്ലാൻ പറ്റും, ഏത് കഴിഞ്ഞിട്ട് കൈയും കാലും ഇല്ലാതായി പോകും. ഇതെല്ലാം ഉണ്ടായിട്ട് നമ്മൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുകയും നിയന്ത്രിതമായി സ്പീഡിൽ എങ്ങനെ ഓടിക്കുക പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഒരു വസ്തുവാണ് മോട്ടോർ സൈക്കിള്. അതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും? ഇവർ പറയുന്ന യുക്തികൾ കൊണ്ടാണെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കിക്കൂടാ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചാകുന്നതും, ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ കൊണ്ടുപോയി കൊല്ലുന്നതും, ഏറ്റവും കൂടുതൽ കൈയും കാലും ഞാൻ വൈകല്യങ്ങൾ ഉണ്ടാക്കുന്നതുമായ ഒരു വസ്തുവാണ് മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത്, 2 വീലർ. അതെങ്ങനെ ഉണ്ടാക്കി കൊടുക്കും? വെറുതെ എടുത്താൽ മതി. ലോകത്തുള്ള മരണത്തിന്റെ കണക്കെടുത്താൽ യുദ്ധം കഴിഞ്ഞിട്ടുള്ളതിനേക്കാളും കൂടുതൽ ചത്തിട്ടുള്ളത് കാറും ഈ മോട്ടോർ സൈക്കിൾ ഇടിച്ചിട്ടുണ്ട്. 2ാം ലോകമഹായുദ്ധത്തിനകത്ത് 1ാം ലോകമഹായുദ്ധത്തിന് ചത്തതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഈ വണ്ടി ഓടിച്ച് ചത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ അത് നിരോധിക്കാത്തത്? ഞാൻ പറയുന്നത് ഇതൊക്കെ കണക്ക്, ഇവർ സ്റ്റാറ്റിസ്റ്റിക്സും കണക്കും ഒക്കെ വെച്ചിട്ട് സംസാരിക്കുമല്ലോ. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇതുപോലെ തന്നെ കാണിക്കുക. ഒരിക്കലും വണ്ടി ഉണ്ടാക്കാൻ ഒക്കത്തില്ലെന്ന് പറയേണ്ടി വരും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ലോകത്ത് നമ്മൾ ഇതൊക്കെ എന്താണെന്ന് പഠിപ്പിക്കുകയും അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിയന്ത്രിതമായി ഉപയോഗിക്കുന്നവരായിട്ട് നിൽക്കും. അതുമാത്രമാണുള്ളത്. നിരോധിച്ചോ രഹസ്യമായ ലോകമുണ്ടാകും. കുറ്റവാളികൾ സംഘം ചേർന്നത് വിൽക്കുന്നിടത്തെത്തും. അഗ്രസീവായിട്ട് സെയിൽ ചെയ്യും. അഗ്രസീവായിട്ട് സെയിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഏറ്റവും വൾണറബിളായിട്ടുള്ള, എന്തെങ്കിലും ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യണമെന്ന് പ്രായമുള്ള കുട്ടികളെ തന്നെ അവർ ടാർഗറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന കേരളം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതിനിവിടുത്തെ പോലീസുകാരും ഈ നിരോധിച്ചവരും ഈ ഏകനാണ് മുഖ്യമന്ത്രി, ഈ ടൈപ്പിലുള്ള വിദ്വാന്മാർ ചേർന്നുണ്ടാക്കിയതാണ് ഇന്നത്തെ ഈ വലിക്കുന്നതും തിന്നുന്നതും ഈ കുടിക്കുന്നതും രഹസ്യ ജീവിതം നയിക്കുന്ന ഈ പുരുഷന്മാരെയും സ്ത്രീകളെ മുഴുവൻ ഉണ്ടാക്കിയെടുത്തത് അവരാണ്. ഉത്തരവാദിത്വം അവരാണ് പറയേണ്ടത്. ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ, നിരോധനത്തിന് വേണ്ടി വാദിക്കുന്നവരെയാണ് വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലണം. അതാണ് ചെയ്യേണ്ടത്. അതിന് പകരം ഈ ആൾക്കാരെ മുഴുവൻ ഇങ്ങനെ തടവിലിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന യുക്തി കൊണ്ടാണ്. യൗവനമുള്ള സമയത്ത് എന്താണോ ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യുന്നവരാണെന്ന് നമ്മളാണ് അറിയേണ്ടത്. ആ ചെയ്യുന്ന ആൾക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത അസംബന്ധം പിടിച്ച അധ്യാപകരും അസംബന്ധം പിടിച്ച അച്ഛനും അമ്മമാരും അസംബന്ധം പിടിച്ച ഭരണാധികാരികളോട് ചേർത്തുണ്ടാക്കിയ കേരളത്തെ പറ്റിയാണ് നിങ്ങൾ പറഞ്ഞത്.